ഇല്ലാത്ത മോഷണക്കുറ്റം ചുമത്തി പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട എസ്ഐക്ക് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ച. പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയിട്ടും എഫ്ഐആർ റദ്ദാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല. സംഭവത്തിൽ ശംഖുമുഖം ACPയുടെ നേതൃത്വത്തിലുള്ള വകുപ്പുതല അന്വേഷണം നടക്കുകയാണിപ്പോൾ. MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, വിവരങ്ങൾ. SKN സമാനതകളില്ലാത്ത പോലീസ് പീഡനമാണ് ദളിത് യുവതിക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത്. ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പോലും പേരൂർക്കട പോലീസ് പാലിച്ചില്ല. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ SIയെ സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷൻ ഉത്തരവിലും ഒപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലും അടക്കം പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ്. കാരണം ഈ കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യമായിട്ട് പോലും മറ്റ് നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. FIR റദ്ദാക്കാനുള്ള നടപടി പോലീസ് സ്വീകരിച്ചില്ല. ഈ പരാതി വ്യാജമാണ്, അല്ലെങ്കിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയിട്ടും പരാതിക്കാരിക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. വ്യാജ പരാതി ഉന്നയിച്ചു. ഒപ്പം SC/ST നിയമം അനുസരിച്ച് ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഒപ്പം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പല പരാമർശങ്ങളും ഈ ദളിത് യുവതിക്ക് നേരെ പോലീസ് ഉന്നയിച്ചു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്നതാണ് നിലവിൽ പറയുന്ന കാര്യം. ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് ശംഖുമുഖം ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നു വരുന്നത്. ഇന്ന് ഈ യുവതിയിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം ഈ പരാതി ഉന്നയിച്ച വീട്ടമ്മയിൽ നിന്നടക്കം പോലീസ് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നടക്കുന്നത്. നിലവിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ SIക്ക് പുറമെ ഒരു ASIക്കും ഒരു പോലീസുകാരനും ഈ കുറ്റത്തിൽ അല്ലെങ്കിൽ ഈ മാനസിക പീഡനം നടത്തിയതിൽ പങ്കുണ്ട് എന്നതാണ് ഈ ബിന്ദു ആരോപിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാർക്കെതിരെയും നടപടിക്കുള്ളൊരു സാധ്യതയാണ് ഇന്ന് കാണുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വൈകിയാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കുമെന്നതാണ് സർക്കാരും അറിയിച്ചിരിക്കുന്നത്. SK. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.